നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം, SBIക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങിയത് ആരിൽ നിന്നൊക്കെയാണ് എന്ന വിവരങ്ങൾ പൂർണ്ണമായും SBI നാളെ കോടതിയിൽ അറിയിക്കണം. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. ഇക്കാര്യത്തിൽ കൂടുതൽ സമയം SBI ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കട്ടപ്പനയിലെ ഇരട്ടക്കൊലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി വീണ്ടും തെരച്ചിൽ തുടങ്ങി. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കുഴിച്ചാണ് വീണ്ടും പരിശോധന നടക്കുന്നത്. ഇവിടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തതെന്ന മൊഴി മുഖ്യപ്രതി നിതീഷ് മാറ്റിയിരുന്നു. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂട്ടാളി വിഷ്ണുവിനെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്തു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഈ ഇരട്ടക്കൊലപാതക കേസിൽ ഇനിയിപ്പോൾ ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിലാണല്ലോ നടക്കുന്നത്. എവിടെയാണ് ഈ തിരച്ചിൽ? നേരത്തെ തന്നെ ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് അവിടെ ആ പ്രദേശത്താണ് വീണ്ടും പരിശോധന ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? കുഞ്ഞിൻ്റെ മൃതദേഹം മറവ് ചെയ്തത് അവിടെയാണ് എന്ന മുഖ്യപ്രതി നിതീഷ് നേരത്തെ നൽകിയ മൊഴി മാറ്റുകയും ചെയ്തിരുന്നു. അവിടെ തന്നെയാണോ ഇപ്പോഴും പരിശോധന നടക്കുന്നത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഗോപികൃഷ്ണ, തൊഴുത്ത് പൊളിച്ചുള്ള രണ്ടാം ഘട്ട പരിശോധനയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് പരിശോധന നടത്തിയപ്പോൾ സംശയകരമായ ഒന്നും തന്നെ ഈ തൊഴുത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നില്ല. മാത്രമല്ല, ഈ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് ഇവിടെയാണ് എന്നുള്ള മൊഴി ഈ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസിനെ വട്ടം കറക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഈ പ്രതി നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായിട്ട് നിതീഷിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. രാവിലെ 9 മണിയോടുകൂടി ഇവിടെ രണ്ടാം ഘട്ട പരിശോധന ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അല്പസമയം മുമ്പ് മാത്രമാണ് പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം നിതീഷിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ സ്ഥലത്ത് ഇന്ന് പരിശോധനയ്ക്ക് ഫോറൻസിക് സംഘമൊന്നും എത്തിയിട്ടില്ല. പോലീസുകാർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിശോധന നടത്തി മടങ്ങിപ്പോകാൻ മാത്രമാണ് ഇന്ന് സാധ്യതയുള്ളത്. അല്ലാത്ത പക്ഷം എന്തെങ്കിലും സാധ്യത ഈ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടം ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പായിരുന്നുവെങ്കിൽ ഫോറൻസിക് സംഘം എന്തായാലും ഇവിടെ എത്തിയേനെ. അവരാരും തന്നെ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തിട്ടില്ല. നിലവിൽ ഈ പ്രതിയെയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടില്ല. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല, ഈ നിതീഷിന്റെ കൂട്ടാളിയുണ്ട് വിഷ്ണു ഈ കൊലപാതകത്തിൽ കൂട്ടുനിന്ന ആളാണ്. അയാളെയും പോലീസ് അയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അയാളെ അവിടെ എത്തി പോലീസ് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു അവ്യക്തത, കുഞ്ഞിന്റെ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു അവ്യക്തതയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും പോലീസ് ഈ തൊഴുത്ത് പൂർണ്ണമായും പൊളിച്ച് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മൃതദേഹാവശിഷ്ടം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇത് കേസിൽ നിർണായകമാകുന്ന തെളിവ് കൂടിയാണ്. ഇരട്ടക്കൊലപാതകം എന്തായാലും പ്രതി സമ്മതിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ മൃതദേഹാവശിഷ്ടം രാഹുൽ, ഏതായാലും ഇരട്ടക്കൊലപാതകം പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഇനി നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റു വാർത്തയിലേക്ക്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം എന്നാണ് വിശദീകരണം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കാണ് നിർദ്ദേശം നൽകിയത്. ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, കലോത്സവ വേദി ഒരു കലാപ വേദിയായി മാറിയിരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതിനെ തുടർന്നാണോ ഇപ്പോൾ കലോത്സവം തന്നെ നിർത്തിവെക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. കലോത്സവം നിർത്തിവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി VCയും അതുപോലെ തന്നെ രജിസ്ട്രാറും അടക്കമുള്ളവർ പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് ഈ കലോത്സവം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ സംഘർഷങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. അത് KSU പ്രവർത്തകരും അതുപോലെ തന്നെ SFI പ്രവർത്തകരുമായുള്ള സംഘർഷം, വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷം, അതോടൊപ്പം തന്നെ ഈ മത്സരങ്ങൾ വലിയ രീതിയിൽ വൈകുന്ന ഒരു സ്വഭാവം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരാതി, ഇതുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥികളുടെ പരാതികൾ ഉൾപ്പെടെ VCക്ക് മുന്നിലെത്തി. ഒരു കൂട്ടപ്പരാതിയായി VCക്ക് മുന്നിൽ എത്തിയതോടുകൂടിയാണ് ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ
ഈ പരാതികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം കാണാതെ അല്ലെങ്കിൽ ഇത് പരിശോധിക്കാതെ ഇനി കലോത്സവം നടത്തേണ്ട എന്നൊരു തീരുമാനത്തിലാണ് സർവകലാശാല എത്തിയിരിക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് വൈകിട്ടോടുകൂടി VC ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകുന്നതും രജിസ്ട്രാർ ആ നിർദ്ദേശം ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിന് കൈമാറുകയും ഇപ്പോൾ ഇത് ഔദ്യോഗികമായി ഇവിടെ തന്നെ ഈ വേദിക്ക് മുന്നിൽ തന്നെ ഒരു അറിയിപ്പും വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് VC അറിയിച്ചത് പ്രകാരം ഇത്തരത്തിൽ ഈ പരിപാടികൾ മുഴുവൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പരിപാടികൾ നടക്കുന്നതല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ അനൗൺസ്മെന്റിലൂടെ വന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നൃത്തം, അതായത് ഒരു പ്രതിഷേധ നൃത്തം ഈ മത്സരാർത്ഥികൾ ഇവിടെ നടത്തുകയാണ്. അതായത് ഇത്തരത്തിൽ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് കുറച്ച് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു അതിലൊരു മത്സരാർത്ഥി വളരെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ അവരൊരു പ്രതിഷേധ നൃത്തം ഇതിന്റെ ഭാഗമായി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ വൈകാരികതയോടെയാണ് അവർ സംസാരിച്ചത്. എന്തായാലും അവർ ഇപ്പോൾ ഇവിടെ നൃത്തം അവതരിപ്പിക്കും. കുറച്ചു മുന്നേ ഈ പരിപാടികൾ ഇവിടെ മാറ്റിവെച്ചു എന്ന് അറിയിച്ചതിന് പിന്നെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന വേദിയിൽ ഉള്ളവയിലെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫാനോ അതോ ലൈറ്റോ അല്ലെങ്കിൽ മറ്റു വൈദ്യുതി ഒന്നും ഇല്ലാതെ തന്നെയാണ് നിലവിൽ ഈ നൃത്തം അവതരിപ്പിക്കാനും ഒരുങ്ങുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഈ ആദ്യ ദിവസം മുതൽ തന്നെ ഈ പരിപാടികൾ കൃത്യമായി നടക്കുന്നില്ല. ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ഈ തലേ ദിവസം 10 മണിക്കും 12 മണിക്കും മേക്കപ്പ് ഇട്ടിരുന്നവർ അത് രാത്രിയാകുന്നത് ഒരു ദിവസം വരെ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് വിദ്യാർത്ഥികൾ അത് വലിയ ബുദ്ധിമുട്ടായി ഇപ്പോൾ യൂണിയൻ ഇടപെട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ വൈദ്യുതി അവർക്കായി അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഉടൻ തന്നെ ഈ പ്രതിഷേധ നൃത്തം അവതരിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ എപ്പോഴാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കലോത്സവം നിർത്തിവെക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഉത്തരവ് എപ്പോഴാണ് പുറത്തിറങ്ങുക? ഗോപികൃഷ്ണൻ, നമ്മൾ അല്പസമയം മുമ്പ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടിരുന്നു. രജിസ്ട്രാർ നമ്മളോട് അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അത് ഔദ്യോഗികമായി തന്നെ യൂണിയന് അത് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഉത്തരവ് അത് ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ള കാര്യമാണ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. VCയുമായി ബന്ധപ്പെടുമ്പോഴും അടിയന്തരമായി തന്നെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങുമെന്നുള്ളൊരു കാര്യമാണ് VC വ്യക്തമാക്കുന്നത്. എന്തായാലും വരും നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ഈ ഉത്തരവ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നേരത്തെ ഈ ഈ സർവകലാശാല യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ യൂണിവേഴ്സിറ്റി സർവകലാശാല എന്ത് തീരുമാനമെടുക്കുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം യൂണിയൻ കൗൺസിൽ ചെയർമാൻ ഉന്നയിച്ച മറ്റൊരു കാര്യം, ആദ്യ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചില സംഘർഷങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ചില സംഘർഷങ്ങൾ ഈ കലോത്സവത്തെ തകർക്കാനും ഈ കലോത്സവത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ KSUവിന്റെയും ABVPയുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു കാര്യവും ഈ SFIയുടെ യൂണിയൻ കൗൺസിൽ ചെയർമാനും വ്യക്തമാക്കുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതാണ്. അതുകൂടി പരിഗണിച്ച് അവർക്കും ഈ കലോത്സവം താൽക്കാലികമായി നിർത്തണമെന്ന നിലപാടിൽ തന്നെയാണ് അവരും ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വേദിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ നൃത്തം അത് ആരംഭിക്കുകയാണ്. ഈ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഈ പ്രതിഷേധം നടത്തുന്നവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകുന്നത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടി വൈസ് ചാൻസലറുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം എന്നാണ് വിശദീകരണം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂണിയനും ആ നിർദ്ദേശം പോയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് സർവകലാശാല കലോത്സവത്തിൽ ഒരു വേദിയിലാണ്. അവിടെ സദസ്സിന് മുന്നിൽ ഒരു പ്രതിഷേധ നൃത്തം നടത്താൻ പോവുകയാണ് വിദ്യാർത്ഥിനികൾ, കലാകാരികൾ. അവരുടെ പ്രതിഷേധ നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി യൂണിയൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വേദിയിൽ ആ പെൺകുട്ടികളുടെ പ്രതിഷേധ നൃത്തം നടക്കാൻ പോകുന്നു. സദസ്സിൽ നിന്ന് വലിയ കയ്യടി ഉയരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാലയുടെ സുരക്ഷയും വിദ്യാർത്ഥികളുടെ സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ടാണ് കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വിവരം ഇപ്പോൾ യൂണിയന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കലാകാരികൾ, വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധ നൃത്തം വേദിയിൽ ആടാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവരുള്ളത്. സദസ്സിൽ നിന്ന് വലിയ കയ്യടി, വലിയ പ്രോത്സാഹനം ഈ പ്രതിഷേധ നൃത്തത്തിന് ലഭിക്കുന്നുമുണ്ട്. അഖിൽ ഷാ അൻസാറാണ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഖിൽ ഷാ, ഈ യൂണിയൻ ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാണല്ലോ അഖിൽ ഷാ പറഞ്ഞത്. യൂണിയൻ എങ്ങനെയാണ് ഈ
സംഭവങ്ങളോട് പ്രതികരിക്കുന്നത്? ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ കൗൺസിൽ ചെയർമാൻ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കലോത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഈ ഒരു സംഘർഷം ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. ABVPയുടെയും KSUവിന്റെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അതിവിടെ നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കലോത്സവത്തെ ആകെ തകർക്കാനുള്ള ഒരു ശ്രമം ABVP KSU പ്രവർത്തകരിൽ നിന്ന് നടക്കുന്നുള്ള ആരോപണമാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കലോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം തുടർച്ചയായി നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും ഇതിലൊരു പരിഹാരം ഉണ്ടാകും ഒരു താൽക്കാലികമായി നിർത്തിവെക്കുക എന്നൊരു നിലപാട് തന്നെയാണ് അവരും പറയുന്നത്. ഈ സർവകലാശാല എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുന്നോ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു, ആ നിലപാട് തന്നെയാണ് തങ്ങൾക്കും എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും വരുന്ന മറ്റൊരു പരിപാടി ഈ അപ്പീൽ നൽകിയ, അതായത് ഈ മത്സരാർത്ഥികൾ അപ്പീൽ നൽകിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ എപ്പോൾ പുറത്തു വരുമെന്നുള്ളതാണ്. അതും നിർത്തിവെക്കുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഈ മാർഗ്ഗംകളി, നേരത്തെ ഈ കോഴ ആരോപണത്തെ തുടർന്ന് നിർത്തിവെച്ച മാർഗ്ഗംകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അത് അപ്പലേറ്റ് കമ്മിറ്റി പരിശോധിക്കും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യവും ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ മത്സരങ്ങൾ വീണ്ടും നടത്തും എന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മത്സരാർത്ഥികൾ നേരിടുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്, ദിവസങ്ങളോളമാണ്. ഇത് ഇന്ന് രാവിലെ മുതൽ ഇവർ ചിലപ്പോൾ ഒരുങ്ങി നിൽക്കുന്നവരാകും, പക്ഷെ അവർക്കത് കൃത്യമായ അതിൽ മത്സരിക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ അത് കലോത്സവം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവർ അത് വൈകാരികമായി തന്നെയാണ് അതിൽ പ്രതികരിക്കുന്നത്. വളരെ വൈകാരികമായി അവർ ഭക്ഷണം പോലും കഴിക്കാതെ അല്ലെങ്കിൽ ഈ വെള്ളം പോലും കുടിക്കാതെ അതിനായി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നു. പക്ഷേ അവരെ മത്സരിക്കാൻ അനുവദിച്ചില്ല സർവകലാശാല എന്നുള്ളൊരു പരാതിയും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ നൃത്തം അവർ തയ്യാറായി വന്ന നൃത്തം തന്നെ അത് ഈ സെനറ്റ് ഹാളിലെ പ്രധാന വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഇത്തരത്തിൽ മത്സരാർത്ഥികൾ അതുപോലെ തന്നെ ഇത് കാണാൻ വന്ന വിദ്യാർത്ഥികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അവരും ഇക്കാര്യത്തിൽ പറയുന്നത് ഇത് ഈ കലോത്സവത്തെ തകർക്കാൻ പ്രധാനമായും ഒരു കോണിൽ നിന്ന് വലിയ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ VC എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കലോത്സവം നടത്തേണ്ടതില്ല. അതിൽ കൃത്യമായി ലഭിച്ച പരാതികൾ, അതായത് ഈ VCയുടെ ഈ തീരുമാനത്തിൽ വിദ്യാർത്ഥി യൂണിയന്, സർവകലാശാല യൂണിയന് കടുത്ത അതൃപ്തിയുണ്ട്, എതിർപ്പുണ്ട് അല്ലെ അഖിൽ ഷാ? അഖിൽ ഷാ കേൾക്കാമോ? അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം വൈസ് ചാൻസലർ എടുത്തിരിക്കുന്നു. അതിൽ പ്രതിഷേധമായി വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധ നൃത്തം അവർ നടത്തുകയാണ്. അത് കലോത്സവ വേദിയിൽ തന്നെ നടത്തുന്നു. സദസ്സിൽ നിന്ന് വലിയ കയ്യടി അവർക്ക് പ്രോത്സാഹനമായി കിട്ടുന്നുണ്ട്. അവരുടെ കലോത്സവ വേദിയിൽ അവരുടെ പ്രതിഷേധ നൃത്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം വൈസ് ചാൻസലറിൽ നിന്നുണ്ടാകുന്നു. അതിനെ തുടർന്നുള്ള പ്രതിഷേധ നൃത്തം പ്രധാന വേദിയിൽ ആടുകയാണ് മത്സരാർത്ഥികൾ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. യൂണിയനെ ഈ നിർദ്ദേശം അറിയിച്ചു കഴിഞ്ഞു. കലാപാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് കേരള സർവകലാശാലയുടെ കലോത്സവം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്, നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എന്നാണ് നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥിനികളുടെ മത്സരാർത്ഥികളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രധാന വേദിയിലെ നൃത്തരൂപത്തിൽ നമ്മൾ കണ്ടത്. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെച്ചിരിക്കുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കലോത്സവം നിർത്തിവെക്കുന്നത് എന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. വയലൻസ് അംഗീകരിക്കാൻ കഴിയില്ല. പൂർത്തിയാകാനുള്ള മത്സരങ്ങളുടെ കാര്യത്തിൽ എന്തു വേണം എന്നത് പിന്നീട് തീരുമാനിക്കും. പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നുമാണ് മോഹൻ കുന്നുമ്മൽ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് കലോത്സവത്തിന്റെ പ്രധാന വേദിയിൽ വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധ സൂചകമായി നൃത്തമാടുന്നതാണ്. കലോത്സവം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിന് സർവകലാശാല നൽകുന്ന വിശദീകരണം സംഘർഷങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും ഒക്കെ സുരക്ഷ മാനിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ്. യൂണിയനെ അത് അറിയിച്ചിട്ടുണ്ട്. യൂണിയൻ അക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. അവർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിനെ തുടർന്നായിരുന്നു അവിടെ വേദിയിൽ നൃത്തം അരങ്ങേറിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധ നൃത്തം ആടുകയാണ് പ്രധാന വേദിയിൽ. കേരള സർവകലാശാല വൈസ് ചാൻസലർ എടുത്തിരിക്കുന്ന തീരുമാനത്തെ യൂണിയൻ അംഗീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ ഇതിലൊരു പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ 24-നോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വയലൻസ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, നേരത്തെ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മത്സരാർത്ഥികളുടെ പ്രതിഷേധ നൃത്തമാണല്ലോ, അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായുള്ള നൃത്തമാണല്ലോ പ്രധാന വേദിയിൽ. യൂണിയൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? നേരത്തെ ആദ്യത്തെ ഇനം കഴിഞ്ഞപ്പോൾ തന്നെ പവർ കട്ട് ഉണ്ടായി, കറണ്ട് പോയി എന്ന് അറിയുന്നു. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? മറ്റെന്തെല്ലാം വിവരങ്ങളുണ്ട് ഇപ്പോൾ? ഗോപി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ VC-യുടെ നിർദ്ദേശം കിട്ടിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വേദിയിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നത്. അതായത് VC-യുടെ നിർദ്ദേശപ്രകാരം താൽക്കാലികമായി ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നിർത്തിവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വേദിയിലുള്ളവരും അതുപോലെ തന്നെ വേദിക്ക് പരിസരത്തുള്ളവരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്നുള്ള നിർദ്ദേശം ആദ്യഘട്ടത്തിൽ അനൗൺസ്മെന്റായി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വൈദ്യുതി ബന്ധം ആദ്യം വിച്ഛേദിച്ചത്. പക്ഷേ പ്രതിഷേധവുമായി ഈ നൃത്തം ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് ഡാൻസ് ഉൾപ്പെടെ കളിക്കാനുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഇവിടെ വരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വൈദ്യുതി അവർക്കായി പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതും ഈ പ്രതിഷേധ പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നതും. അവർ വലിയ പ്രതിഷേധത്തിലാണ്. അവർ നേരത്തെ ഒരു വിദ്യാർത്ഥിനി അവൾ വിതുമ്പുന്നൊരു കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ അവർക്ക് ഇത്രയധികം കഠിന പ്രയത്നം നടത്തിയിട്ട് ഇവിടെ വന്ന് മത്സരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് അവർ മറ്റ് പരിപാടികൾ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വലിയൊരു വിഷമം അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ആലപ്പുഴ SD കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധ സൂചകമായി ഇപ്പോൾ ഇവിടെ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിലെ വിദ്യാർത്ഥികളും ഇതിന്റെ ഭാഗമായി പ്രതിഷേധ സൂചകമായ നൃത്തം അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിവിധ ഇടങ്ങൾ, അതായത് ഈ ക്യാമ്പസിന് പുറത്തും ചിലപ്പോൾ നൃത്തം ചെയ്ത് പ്രതിഷേധിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ സർവകലാശാലയുടെ ഈ നടപടിയെ അത് വളരെ വലിയ പ്രതിഷേധത്തിലൂടെ വിദ്യാർത്ഥികൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഒരു വലിയ സംഘം തന്നെ ഈ നൃത്തം നടക്കുന്ന പ്രധാന വേദിയിലുണ്ട്. അവർ വലിയ രീതിയിൽ സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അത് ചിലപ്പോൾ സംഘർഷത്തിലേക്ക് ഇവരെ കലാശിച്ചേക്കാം. അതുകൂടി പരിഗണിച്ചാൽ പോലീസിന്റെ ഒരു വലിയ സുരക്ഷ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വേദിയിലേക്ക് നോക്കിയാൽ വേദിയിൽ ഈ പ്രതിഷേധ നൃത്തം കാണാനായി വലിയൊരു കൂട്ടം, അതായത് വേദി നിറഞ്ഞു തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിഷേധ നൃത്തങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. വിദ്യാർത്ഥികൾ ആകെ പ്രതിഷേധത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ 4 ദിവസമായി നടന്നു വരുന്ന കലോത്സവം അതിന്റെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി വരുന്നു. അതായത് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം ഇനി വേണ്ട, സമ്മാനദാനം വേണ്ട, സമാപന സമ്മേളനം വേണ്ട, നിലവിൽ ലഭിച്ച പരാതികളൊക്കെ പരിഹരിക്കട്ടെ, അക്രമം അനുവദിക്കില്ല, അതിലൊക്കെ പരിഹാരം കണ്ടതിന് ശേഷം മതി ഇനി ഇതിന്റെ മറ്റ് പരിപാടികൾ നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർവകലാശാല VC എത്തുന്നു. ആ VC-യുടെ നിർദ്ദേശപ്രകാരം എല്ലാ വേദികളിലും പരിപാടി നിർത്തിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് SFIയുടെ തന്നെ ഈ സർവകലാശാല യൂണിയൻ ചെയർമാൻ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരിപാടി തകർക്കാൻ, കലോത്സവം തകർക്കാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ
സംഘർഷമുണ്ടായത്. ആ സംഘർഷങ്ങൾ വലിയ നഷ്ടമാണ് ഈ പരിപാടിക്ക് ഉണ്ടാക്കിയത്. അത് പരിപാടിയെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കാൻ കാരണമായി എന്നുള്ളൊരു കാര്യവും കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു അറുതി വരണമെങ്കിൽ ഇത്തരത്തിൽ ഈ പരിപാടി നിർത്തിവെക്കണം എന്നത് തന്നെയാണ് അവരുടെയും നിലപാടെന്ന് യൂണിയനും പറയുന്നു. അതോടൊപ്പം സർവകലാശാല എന്ത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ യൂണിയൻ നേതൃത്വം അതുപോലെ തന്നെ ഭാരവാഹികളും പറയുന്നു. എന്തായാലും ഈ ഒരു സംഘർഷം അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെ ഒഴിവാകട്ടെ എന്നുള്ളൊരു കാര്യവുമാണ് ഇവരും, അതായത് സർവകലാശാല യൂണിയനും അതുപോലെ തന്നെ പ്രതിനിധികളും SFI പ്രവർത്തകരും അടക്കം പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആരോപണം ഈ KSU അടങ്ങുന്ന ABVP അടങ്ങുന്ന പ്രവർത്തകർ കഴിഞ്ഞ ഈ യൂണിവേഴ്സിറ്റി കലോത്സവം തുടങ്ങിയത് മുതൽ ഇതിനെ അലങ്കോലപ്പെടുത്താൻ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വലിയൊരു പ്രതിഷേധം കണ്ടതാണ്. അതായത് SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് KSU പ്രവർത്തകർ സെനറ്റ് ഹാളിലെ പ്രധാന വേദിയിൽ എത്തുകയും വലിയ പ്രതിഷേധം നടക്കുകയും അതിന് പിന്നാലെ സംഘർഷമാവുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞതുപോലെ ഈ സംഘർഷങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ കലോത്സവം തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. വയലൻസിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധ സൂചകമായി മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ നൃത്തമാടുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് സംഘർഷത്തിന്റെ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ CPM നേതാവ് ജെയ്സൺ ജോസഫിനെ റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് സെക്രട്ടറിയുമായ ജെയ്സൺ ജോസഫ് പത്തനംതിട്ട DYSP ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് രാവിലെയാണ് ജെയ്സൺ ജോസഫ് ഈ പത്തനംതിട്ട DYSP ഓഫീസിലെത്തി കീഴടങ്ങിയത്. രാവിലെ 9 മണിയോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഡിസംബർ 20-ാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. വിദ്യാർത്ഥി സംഘർഷത്തിനിടെ അവിടുത്തെ നിലായസ് പണിക്കർ എന്ന ഒരു വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്നാണ് കേസ്. ഈ പെൺകുട്ടി KSU അനുഭാവി ആയിരുന്നു. എന്തായാലും ഈ കേസിൽ ജെയ്സൺ സുപ്രീം കോടതി വരെ പോയിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഹൈക്കോടതിയിൽ ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയപ്പോൾ 13-നകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്ന കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജെയ്സൺ ഇന്ന് രാവിലെ കീഴടങ്ങിയത്. എന്തായാലും കീഴടങ്ങിയ ഉടൻ തന്നെ റിമാൻഡ് റിപ്പോർട്ടുമായി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇടത് യുവജന സംഘടനാ പ്രവർത്തകനായ ജെയ്സൺ ജോസഫ് ജാമ്യത്തിൽ പോയാൽ പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഈ പെൺകുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന പരാമർശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കർശനമായ വിവരങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജെയ്സൺ ജോസഫിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നാളെ ജാമ്യാപേക്ഷയുമായി വരാൻ കോടതി തന്നെ, പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭാ ചെയർമാനായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനാണ് CPM നേതാവാണ്. അദ്ദേഹമാണ് ജെയ്സൺ ജോസഫിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. നാളെ ജാമ്യാപേക്ഷ രാവിലെ തന്നെ പരിഗണിക്കും. ഉപാധികളോടെ ജാമ്യം വേണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ജെയ്സനെ അല്പസമയത്തിനകം തന്നെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ശരി, ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. വാർത്തയിലേക്ക് വീണ്ടും. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്യും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഈ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ഇന്നുണ്ടാകും എന്ന് കേൾക്കുന്നു. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടാകുന്ന ഒരു തീരുമാനം എന്ന നിലയ്ക്ക് അതിന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഗോപി സൂചിപ്പിച്ചതുപോലെ 1955 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഭേദഗതി ചെയ്ത നിയമം നിലവിൽ വന്നിരുന്നു. പക്ഷേ ഉണ്ടായ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്ന നടപടികൾ വൈകുകയായിരുന്നു. ഈ നടപടികൾ പൂർത്തീകരിച്ചാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനായിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ന് ഈ വിജ്ഞാപനം CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 6 പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക്, ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷത്തോളമായി താമസിക്കുന്നവർക്ക് പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒന്ന്, ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകൾ ഈ തരത്തിൽ ഇന്ത്യയിൽ കഴിയുന്നുണ്ട്. അവർക്ക് പൗരത്വം ലഭ്യമാക്കാനായിട്ട് ഈ നിയമത്തിൽ വ്യവസ്ഥകളില്ല എന്നുള്ളതാണ്. ഇതിൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതവിശ്വാസികൾക്കാണ് ഈ ബില്ല് പ്രകാരം
പൗരത്വം ലഭിക്കുക. ഇവർ ഈ 3 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളാകണം. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സർക്കാരിന്റെ തീരുമാനം. പൗരത്വം അപേക്ഷിക്കാനായിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കും. ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള പൗരത്വത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കേണ്ടത്. ഈ നടപടികളും ഇന്ന് തന്നെ, ഈ പോർട്ടൽ യാഥാർത്ഥ്യമാകുന്ന നടപടികളും ഇന്ന് തന്നെ നിലവിൽ വരും. ആർക്കെ, സാധാരണ നിലയിൽ ഇപ്പോൾ 2019 ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത്. സ്വാഭാവികമായും ചട്ടങ്ങൾ 6 മാസത്തിനകം തന്നെ ചട്ടങ്ങൾ തയ്യാറാക്കി നൽകണമെന്നതായിരുന്നല്ലോ വ്യവസ്ഥ. ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഈ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങളുടെ കാര്യത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് ഗോപി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് ഉയർന്നത് ഈ ഭരണഘടനയുടെ 14ാമത്തെ അനുച്ഛേദം അതിനെ ലംഘിക്കുന്നതിന് തുല്യമാണ് ഈ നടപടികൾ എന്നുള്ളതാണ്. അത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതിന് ഭിന്നമായിട്ട് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരേ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ ഭിന്നമായിട്ടുള്ള വ്യവസ്ഥകൾ വെക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപം അടക്കം നേരിട്ടിരുന്നു. സാധാരണഗതിയിൽ ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിലാണ് സർക്കാരിന് അത് ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ പക്ഷേ വലിയ കാലതാമസം വന്നു. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഈ വിജ്ഞാപനത്തിനോടൊപ്പം അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള വൈകലിന് കാരണമായിട്ടുള്ള വസ്തുതകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഉൾപ്പെടുത്തിയാകും ഈ വിജ്ഞാപനം ഉണ്ടാവുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആർക്കെ, ഈ ചട്ടം അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഭേദഗതി അനുസരിച്ച് 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെത്തി കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി ഈ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുക എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ രാജ്യത്ത് വിമർശിക്കപ്പെട്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. ഏതാണ്ട് 83 പേർക്ക് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ രാഷ്ട്രീയമായി BJPക്കെതിരെ വലിയ പ്രതിരോധം തീർത്ത, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന ഒരു തീരുമാനം അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടപ്പാക്കപ്പെടുമ്പോൾ, അതിൻ്റെ വിജ്ഞാപനം വരുമ്പോൾ സ്വാഭാവികം BJP ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകില്ലേ? തീർച്ചയായിട്ടുമാണ് ഗോപി. നമുക്കറിയാം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള 2 യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള അവരുടെ ടേമാണ് പൂർത്തിയാകാനായിട്ട് പോകുന്നത്. അതിൽ രാമക്ഷേത്ര നിർമ്മാണവും കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന 370 റദ്ദാക്കലും, അതിന് തുടർച്ചയായിട്ട് ഉള്ള വികാരം അത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചിന്തകളാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ചട്ടങ്ങൾ തിടുക്കത്തിൽ വിജ്ഞാപനം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് വഴി നയിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതനുസരിച്ച് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തി 6 വർഷം കഴിഞ്ഞവർക്ക്, അതാണ് വ്യവസ്ഥ എങ്ങനെയാണ്, 6 വർഷം ഇവിടെ കഴിഞ്ഞവർക്ക് പൗരത്വത്തിന് അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുണ്ടാകും. അവർ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി ഈ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ ബിൽ പ്രകാരം പൗരത്വം ലഭിക്കുക. ഉയർന്നിരുന്ന വിമർശനങ്ങളിൽ പല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് കുടിയേറിയ മതവിഭാഗങ്ങളിൽ ആളുകൾക്ക് പൗരത്വം ഒന്നും ലഭിക്കാനായിട്ട് ഇതുവഴി സാധിക്കില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ പരിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ഇതിനെയൊന്നും പരിഗണിക്കുന്ന വിധത്തിലായിരുന്നില്ല നടപടിക്രമങ്ങൾ പോയത്. ഒരുപക്ഷെ ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയ നടപടിക്രമങ്ങളിൽ പോലും ഒരു രഹസ്യാത്മകത സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ നടപടികൾ പൂർത്തിയാകുന്നത്. BJP ശരി ആർക്കെ, ഇതിൽ അപേക്ഷാ സംവിധാനം എങ്ങനെയാണ് പൗരത്വത്തിന് വേണ്ടി പുതുതായി അപേക്ഷിക്കേണ്ടത്? മുൻപ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുള്ളവരുണ്ട്, അവർ വീണ്ടും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? ആരാണ് ഈ കാര്യങ്ങളിൽ സ്ക്രൂട്ടിനി നടത്തുകയും ഈ പരിശോധനയിൽ അന്തിമമായ തീരുമാനമെടുക്കുകയും ചെയ്യുക? ഗോപി, ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ
ആ നടപടിക്രമങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന അടക്കമുള്ളവ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ചട്ടങ്ങൾ അങ്ങനെ വിശദമായിട്ട് ലഭ്യമാകുന്ന അഥവാ പ്രസിദ്ധീകരിക്കുന്ന ചട്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആധികാരികത ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിന്റെ ഒരു വ്യക്തത ഉറപ്പുവരുത്തുന്ന ഒരു ഘട്ടം ഇനിയും വരേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇങ്ങനെയാണ്. 1955 നിയമമാണ് ഭേദഗതി ചെയ്യപ്പെടുന്നത്. ആ നിയമം അനുസരിച്ച് ഉണ്ടായിരുന്ന വ്യവസ്ഥ 11 വർഷമായിട്ട് ഇന്ത്യയിൽ കഴിയുന്ന ആളുകൾക്ക്, അത് മുസ്ലിങ്ങൾ എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഇല്ലായിരുന്നു. മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് പൗരത്വം അത് പ്രകാരം അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് പൗരത്വം ലഭിക്കും എന്നുള്ളതായിരുന്നു നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ. എന്നാൽ ശരി, ആർക്കെ നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്യും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 6 മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിന് ഇതോടെ കളമുറങ്ങും. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് CAA കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ. അതിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. 2014 ഡിസംബർ 31 മുൻപ് ഈ പ്രദേശങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക. BJPയുടെ ഈ തീരുമാനം രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ വിജ്ഞാപനം ഇറക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകും. വാർത്തയിലേക്ക് വീണ്ടും. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്യും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കിടവെച്ച വിഷയമാണ്. ഇക്കാര്യത്തിൽ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, ഈ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ പുറത്തു വരികയാണ്. സത്യത്തിൽ അതിനൊരു സമയക്രമം ഉണ്ടായിരുന്നു. ആ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ പുറത്തെ വിജ്ഞാപനം ചെയ്യപ്പെടുന്നത്. ഈ ഓൺലൈൻ അപേക്ഷാ സംവിധാനം വഴിയാണോ ഈ അപേക്ഷകൾ പരിഗണിക്കപ്പെടുക? എന്താണ് ഈ ചട്ടങ്ങളിൽ പറയുന്നത്? ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ഗോപി, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗോപി ഇപ്പോൾ ഉന്നയിച്ചതാണ്. ഈ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഈ നിയമം പറയുന്നത് അത് ഈ 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന തീരുമാനത്തിന് ആധാരമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് 55 പൗരത്വ നിയമം അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നിരാകരിക്കുന്നു എന്ന വാദമായിരുന്നു അന്ന് ഉയർത്തിയിരുന്നത്. ഇതനുസരിച്ച് ഈ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ 6 വിഭാഗങ്ങളിലെ ആളുകൾക്ക് പൗരത്വം, രാജ്യത്തേക്ക് വന്ന ആളുകൾക്ക് പൗരത്വം ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഈ നിയമനിർമ്മാണം എന്ന വാദമായിരുന്നു കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത്. പൗരത്വം ലഭിക്കാൻ 55 നിയമം അനുസരിച്ച് വേണ്ടിയിരുന്നത് 11 വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കണം എന്ന വ്യവസ്ഥയായിരുന്നു. ഈ വ്യവസ്ഥ 6 വർഷമായിട്ട് ഇളവ് നൽകുന്നതാണ് ഇപ്പോൾ ഉള്ള ഈ നിയമം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഈ 11 എന്നുള്ളത് 6 മാറുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ ഈ ഇന്ന് പുറത്തു വരുന്ന ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. പ്രവാസി പൗരന്മാർ അവർ ഏതെങ്കിലും നിയമലംഘനം നടത്തിയാൽ പൗരത്വം റദ്ദാക്കാനായിട്ടുള്ള വ്യവസ്ഥ ഈ ബില്ലിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രവാസികളായിട്ടുള്ള പൗരന്മാർ അവർക്ക് ഈ വിധത്തിൽ നമ്മുടെ പൗരത്വം ലഭിക്കുകയാണെങ്കിൽ അവരുടെ പൗരത്വം അതൊരു വ്യവസ്ഥകൾക്ക് വിധേയമാകുന്നു എന്ന വിധത്തിൽ തന്നെ ഏതെങ്കിലും നിയമലംഘനത്തിന്റെ ഭാഗമായാൽ അത് റദ്ദാകും എന്ന വിധത്തിലൊരു വ്യവസ്ഥ ഇതിന്റെ അകത്ത് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. പൗരത്വത്തിന് ഉള്ള അടിസ്ഥാന യോഗ്യത മതമായിട്ട് നിഷ്കർഷിക്കുന്നു മാറും എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഒപ്പം ഈ 55 പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായ ആർക്കും അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും 11 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുണ്ടായിരുന്നു. ആവശ്യമായിട്ടുള്ള യാത്രാരേഖകൾ കൂടാതെ രാജ്യത്ത് പ്രവേശിക്കുകയും അനുവദിക്കുന്നതിൽ കൂടുതൽ കാലം താമസിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ നിർവചനം, അനധികൃത കുടിയേറ്റക്കാർ എന്ന നിയമ നിർവചനം ഉണ്ടായിരുന്നത്. എന്നാൽ നിർദ്ദിഷ്ട പൗരത്വ ഭേദഗതി ബില്ലിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ 3 രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് എന്ന വിധത്തിലേക്ക് അത് പരിമിതപ്പെടുകയാണ്. 6 മതവിഭാഗങ്ങളിൽ
പെട്ട ഈ 3 രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്ന 6 വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുന്നുണ്ട്. ഇതുവഴി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവര് മുസ്ലിം മതത്തിനുപരി ജൂത മതത്തിൽപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഇനി ലഭിക്കില്ല. ബഹായികളായിട്ടുള്ള മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഈ പൗരത്വത്തിനുള്ള അർഹത ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഈ 6 പേർക്ക് ഉള്ളവർക്കും അത് തന്നെ മറ്റേതെങ്കിലും മതത്തിൽപ്പെടാൻ ആഗ്രഹിക്കാത്ത ഈ 6 വർഷത്തിലധികമായിട്ട് രാജ്യത്ത് താമസിക്കുന്ന നാസ്തികരായിട്ടുള്ളവർക്കും പൗരത്വ അവകാശം ലഭിക്കില്ല എന്നുള്ളത്. ശരിയാക്കി. ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുത്തിട്ട് തിരികെ വരാം. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്യും. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. അതിന്റെ വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകുകയായിരുന്നു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ചട്ടങ്ങൾ ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്യും. പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും. നടപടികൾ വേഗത്തിലാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്താനിരിക്കെ എന്ന സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷ നൽകേണ്ടത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകർക്ക് ഇനിയുള്ള മണിക്കൂറിൽ കാണാം.